ഉണ്ട്. നമ്മൾ ജസ്റ്റ് നോക്കുന്നുണ്ട്, ഇപ്പോൾ പതുക്കെ നോക്കുന്നുണ്ട് വേറെ എങ്ങോട്ടെങ്കിലും കുറച്ച് നാൾ മാറി നിൽക്കാൻ പറ്റുമോ എന്നോ, അല്ലെങ്കിൽ ഒരു 3-4 ദിവസം വല്ല ഏതെങ്കിലും നല്ല സ്ഥലത്ത് വല്ല റെൻറ്റും കാര്യങ്ങളും നോക്കണം. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ആദ്യം കരുതി ഇത് പറയണോ, പിന്നെ ഞാൻ കരുതി പറയണ്ട. അപ്പം പിന്നെ ഞാൻ കാണാൻ തുടങ്ങിയ കുറേ പോസ്റ്റുകളുണ്ട്. പോസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അഹാന ജയിച്ചു, സിന്ധു കൃഷ്ണ ജയിച്ചു, അവർ പറഞ്ഞതിലൊക്കെ സത്യമുണ്ട്, തൻവി വരെ അമ്മമ്മേനെ ഇട്ട് ഓടിപ്പോയി, അമ്മമ്മ ഈസ് എ പ്രോബ്ലം മേക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ചില പോസ്റ്റുകളും ചില ട്രോളുകളും കാണാൻ തുടങ്ങി. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ കരുതും, ഇത്രയും കാലം ഇവർ കെ ഫാമിലീനെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടന്നല്ലോ, തൻവി അതൊക്കെയല്ലേ ഇപ്പം കയറി സോഷ്യൽ മീഡിയയിൽ ചെയ്തത്, നിങ്ങൾ എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് വരണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, തൻവി റീസെൻ്റ്ലി ഒരു വ്ളോഗ് ഇട്ടേക്കുകയാണ്. ആ വ്ളോഗിൻ്റെ ക്യാപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, സം അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് ഇൻ അവർ ലിവ്സ് എന്നാണ്. ഞാൻ കാണുന്നത് തൻവി അപ്ലോഡ് ചെയ്ത 6 മണിക്കൂറിന് ശേഷം തന്നെയാണ്. അപ്പം തന്നെ ഏകദേശം 60,000 വ്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. തൻവി അമ്മുമ്മയുടെ അടുത്തുനിന്ന് മാറി ഒരു റെൻ്റലിന് നിൽക്കാൻ പോവാണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ, തൻവീൻ്റെ ബേബി മോള് ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായ വാവയുടെ മേത്ത് എന്തോ ഒരു തരത്തിലുള്ള അലർജീസ് വരുന്നു. ആ അലർജി വരാൻ കാരണം ആ വീടാണ്, ആ വീടിൻ്റെ ചുറ്റുപാടാണ്, സിറ്റുവേഷനാണ്, അതെനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് തൻവി ഈ വീഡിയോ കാണിക്കുന്നത്. ഇതിൽ ബേബിനെ കാണിക്കുന്നുണ്ട്, ബേബിയുടെ സ്കിന്നിലുള്ള കുറേ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. ഞാൻ അതൊന്നും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തൻവിയുടെ വീഡിയോയിൽ പോയി നോക്കാം. അപ്പോൾ തൻവി വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വ്ളോഗൊന്നും ഇടുന്നില്ലായിരുന്നു. അതിന് റീസൺ എന്ന് വെച്ചാൽ, ഇവിടുത്തെ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എന്തൊക്കെയൊക്കെയോ ഈ വീട്ടിൽ പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ, എന്തോ കൊച്ചിനെ കടിക്കുന്നുണ്ട്, കൊച്ചിന് എന്തൊക്കെയോ ഇൻഫെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ബാക്കിലാണിങ്ങനെ. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ടിങ്ങനെ കിംസിലും അല്ലാതെ ഡോക്ടർ പ്രദീപ് എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ അടുത്തും അങ്ങനെ ഇങ്ങനെ മാറി മാറി ഓരോ ഡോക്ടറിൻ്റെ അടുത്തും മോള് കാണിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 വീക്സായിട്ട് ഞാനിങ്ങനെ കിടന്ന് അനുഭവിക്കുക. രാത്രി മോൾ ഉറങ്ങുന്നില്ല. പാവമായിട്ടുള്ള ഒരു കുഞ്ഞാണ്. അപ്പോൾ ഇവൾ ഉറങ്ങുന്നില്ല, ഇവൾ എണീച്ച് കരയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ മാക്സിമം നോക്കി സ്പ്രേ ഒക്കെ അടിച്ചു, അവൾക്ക് പിള്ളേരുടെ എണ്ണ ഇട്ട് നോക്കി, അല്ലാതെ കുറേ കാര്യങ്ങൾ ചെയ്തു. എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല. ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അപ്പോൾ അതെന്താണെന്നൊന്ന് ഫിഗർ ഔട്ട് ചെയ്യുന്നവരെ എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. അപ്പോൾ ഇപ്പോൾ ഞാൻ 2 ഡേയ്സ് ഒന്ന് മാറി നിന്ന് നോക്കാൻ പോവുകയാണ്, കുഞ്ഞിന് എന്തെങ്കിലും മാറ്റം വരുമോ ഇല്ലേ എന്ന്. കാരണം ഞാൻ ആദ്യം വിചാരിച്ചു ഇനി ലിയാൻ വല്ലതും സ്കൂളിൽ നിന്ന് വല്ലതും പനി വല്ലതും കൊണ്ടുവന്നതാണോ, ഒന്നും അറിയാൻ വയ്യ. അപ്പോൾ ഇപ്പോൾ ഈ കുഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങത്തില്ല. കയ്യിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പം കരച്ചിൽ തുടങ്ങും. പോട്ടെ 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 പോട്ടെ. കൊച്ചിന് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ ഇതാണ് വീഡിയോയുടെ ഒരു തുടക്കം. ഈ വീഡിയോയിൽ തൻവി കൺവേ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, തൻവിയുടെ കുട്ടിക്ക് സ്കിന്നിൽ എന്തോ ഒരു അലർജി വന്നു. കുറേ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടൊന്നും അതിലൊരു മാറ്റമല്ല. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ഈ അലർജി കാര്യങ്ങൾ എന്ന് വെച്ചാൽ, തൻവിക്കോ തൻവിയുടെ ഹസ്ബൻഡിനോ അമ്മൂമ്മയ്ക്കോ മോനോ ഒന്നും ഈ അലർജിയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. കുഞ്ഞിന് മാത്രമാണ് വരുന്നത്. എന്തൊക്കെ ചെയ്തിട്ടും ട്രീറ്റ്മെൻറ്റിൽ മാറ്റം വരുത്തിയിട്ടും കുഞ്ഞിലൊരു മാറ്റം വരുന്നില്ല. അപ്പോൾ എന്തോ ഈ വീട്ടിൽ നിൽക്കുന്നതിൻ്റെ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടിൻ്റെ ആണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് എന്തായാലും മാറി 2-3 ദിവസത്തേക്ക് ഞാൻ താമസിക്കുക എന്നുള്ളത്. ആദ്യം തന്നെ ഇറ്റ്സ് എ ജെനുവിൻ കേസ്. കാരണം തൻവി വളരെ ക്ലിയർ ആയിട്ട് ബേബിയുടെ വീഡിയോസ് കൂടെ ബേബിയുടെ സ്കിന്നിലുള്ള അലർജി കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഫേക്ക് കേസാണ്, അല്ലെ എന്തോ ഒരു കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പോവുക എന്നുള്ളൊരു സാധനമല്ല. രണ്ടാമത്തത്, ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം തൻവി കുറച്ച് ഇമോഷണലി വീക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, കുട്ടിക്ക് വയ്യാണ്ടായത് ഒരു അമ്മ എന്ന നിലയിൽ തൻവീനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കുട്ടി ഒന്ന് കരയുമ്പോഴേക്കും തൻവീൻ്റെ ഫേസിലുള്ള എക്സ്പ്രഷൻ കണ്ടാലൊക്കെ നമുക്കറിയാം തൻവി ഇമോഷണലി ഭയങ്കര സങ്കടത്തിലാണ്. പിന്നെ എത്രയൊക്കെ ആണെങ്കിലും ബേബീസ് അല്ലെ നമ്മുടെ മക്കൾ, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് പോലെ തന്നെ ഓരോരുത്തർക്കും അവനവൻ്റെ ബേബീസ് ആയിരിക്കും ദ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതിന് ഒരു അസുഖം വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഭയങ്കര മെൻ്റലിയും ഇമോഷണലിയും ഫിസിക്കലിയും ഒക്കെ ഭയങ്കര വീക്കാവും.
അത് നമുക്ക് അസുഖം വരുന്ന സമയത്ത് നമ്മുടെ പാരൻസ് കടന്നു പോകുന്നത് തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും. അവർ ഭയങ്കര വീക്കാവും, നമ്മൾ ഭയങ്കര കെയർ ചെയ്യും, അത് ചെയ്യണം ഇത് ചെയ്യണം അത് ശ്രദ്ധിക്കണം ഇത് ശ്രദ്ധിക്കണം, മരുന്ന് കുടിച്ചോ വെള്ളം കുടിക്കുക. ഇപ്പം എൻ്റെ കേസിൽ ഞാൻ പറഞ്ഞുതരാം. എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു വയ്യായ്ക വന്നിട്ടുണ്ടെങ്കിൽ മിനിറ്റിന് ചോദിക്കും, വെള്ളം കുടിക്കുക കടന്നുറങ്ങുക, റെസ്റ്റ് എടുക്കുക, ഹോസ്പിറ്റലിൽ പോകുക, കാണിക്കുക. അതിപ്പോൾ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ബ്രദറാണെങ്കിലും ഒക്കെ ഒരുപോലെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് തൻവിയുടെ ഒരു ബേബിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരിക, അത് സ്കിന്നിൽ ഫുള്ള് റാഷസ് കാണുന്ന സമയത്ത് തൻവി ഭയങ്കര ഇമോഷണൽ ആവും. തൻവിക്ക് എന്ത് ചെയ്തിട്ടും മാറ്റമില്ലെങ്കിൽ വീട് മാറിയാലോ എന്ന് തോന്നും. അതൊരിക്കലും ഒരു റോങ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി ഇതിൽ തോന്നുന്നില്ല. ആൻഡ് നെക്സ്റ്റ് തിങ്, ഇതിൽ തൻവി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ചിലപ്പോൾ എല്ലാവരും കോൺട്രഡിക്റ്റ് ചെയ്യാം. സ്കിൻ അലർജി വരുമ്പോഴേക്കും എല്ലാവരും വീട് മാറുമോ, അല്ലെങ്കിൽ അത് വീടിൻ്റെ അബദ്ധമാണെന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക എന്നുള്ള ഈ തരത്തിലുള്ള കമൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ നമ്മൾ ഏറ്റവും വീക്കാവുന്ന സിറ്റുവേഷനിൽ നമ്മൾ കുറേ സ്പിരിച്വലും കുറേ ടാബൂസിലോട്ടും പോകും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ഒരു പേഴ്സണൽ ബിലീഫാണ്. നമ്മൾ തീരെ വയ്യാണ്ടാവുന്ന സമയത്തായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ വിളിക്കുക പ്രാർത്ഥിക്കുക. അയ്യോ അല്ലാത്ത ദിവസങ്ങളിലൊന്നും ദൈവത്തിനെ വിളിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ വയ്യാണ്ടാവും, അയ്യോ ദൈവമേ അത് ഇത് അല്ല ചിലപ്പോൾ കരുതി ഇനി ആരെങ്കിലും കൂടോത്രം ചെയ്തതാണോ, ആരെങ്കിലും അത് ചെയ്തതാണോ, ഇത് ചെയ്തതാണോ, അങ്ങനെയാണോ, അല്ല ഇതിൻ്റെ പ്രശ്നമാണോ, ഈ റൂമിൻ്റെ പ്രശ്നമാണോ, ഈ കാലാവസ്ഥേൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ നമ്മൾ തിങ്ക് ചെയ്യും. അതിൽ പ്രത്യേകിച്ച് ഒരു തെറ്റുമില്ല. ഇതെല്ലാ മനുഷ്യന്മാരും സാധാരണ ചെയ്യുന്ന ഒരു സാധനമാണ്. ആളിൽ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസിനെ ആളിങ്ങനെ ചിന്തിച്ച് റൂമിൻ്റെ കുഴപ്പമാണോ വീടിൻ്റെ കുഴപ്പമാണോ നമുക്കില്ലല്ലോ എന്തുകൊണ്ടോ കുട്ടിക്ക് മാത്രം എന്ന രീതിയിലൊക്കെ ഇങ്ങനെ തിങ്ക് ചെയ്ത് പോവാം. ഇപ്പം എത്ര ലോജിക്കലി നമ്മൾ ഈ വിഷയത്തെക്കുറിച്ചിട്ട് ആളോട് സംസാരിക്കാൻ ശ്രമിച്ചാലും ആളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും അറിവ് കൊടുത്താലും ആളുടെ ഈ ഒരു ഇമോഷണൽ വൾണറബിലിറ്റി ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് കംപ്ലീറ്റ് ആയിട്ട് ആൾക്ക് കൊടുക്കില്ല. അതും ഒരു റിയാലിറ്റിയാണ്. ആൻഡ് ഈ വീഡിയോൻ്റെ ഇടയിൽ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ വാടക വീട്ടിലോട്ട് മാറുമ്പോൾ അമ്മൂമ്മ വരാൻ റെഡിയല്ല, അതുകൊണ്ടാണ് അമ്മൂമ്മേനെ കൊണ്ടുപോകാത്തത്. അത് പല വീഡിയോകളിലും ഈവൻ സിന്ധു കൃഷ്ണയാണെങ്കിൽ അവർ അന്നിട്ട വീഡിയോകളിലൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അമ്മൂമ്മ അങ്ങനെ വേറെ വീട്ടിലോട്ടൊന്നും മാറി നിൽക്കില്ല എന്നുള്ളത്. ആൻഡ് ഇവിടെ ഒരു സർവൻറ്റിനെ നിർത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇവിടെ എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുണ്ട്. ലാസ്റ്റ് ടൈം ഉണ്ടായിരുന്ന ഒരു വീഡിയോയിൽ ലൈക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിന്ധുകൃഷ്ണ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ സിന്ധുകൃഷ്ണ വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആൾ പറയുന്നുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ വരും, ടേക്ക് കെയർ ചെയ്യും, എത്രയൊക്കെ ആണെങ്കിലും എൻ്റെ അമ്മയാണ്. ഇപ്പം ഒരാവശ്യം വന്നൊരു സ്റ്റേജാണ്. തൻവീൻ്റെ ബേബിക്ക് വയ്യാണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് ട്രൂ ടു ഹാർട്ടായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അമ്മൂമ്മേനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണ്. ഞാൻ ഒരിക്കലും അഹാനേനെ അല്ല പറയുന്നത്, സിദ്ധു കൃഷ്ണേനെയാണ്. താല്പര്യമുണ്ടെങ്കിൽ ടേക്ക് കെയർ ചെയ്യുക. കാരണം കഴിഞ്ഞ വീഡിയോയിൽ വന്ന് തിങ്ക് പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ പോസിറ്റീവ്ലി തിങ്ക് ചെയ്താൽ മതി, ഇതൊക്കെയാണ് സാഹചര്യം സിറ്റുവേഷൻ, ഞാനവിടെ പോയി സപ്പോർട്ട് ചെയ്യട്ടെ എന്നുള്ളത് പറയുകയാണെങ്കിൽ ദറ്റ്സ് ഓഫ് കോഴ്സ് റൈറ്റ് തിങ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി സിന്ധു കൃഷ്ണയ്ക്കാണ് അമ്മയായിട്ട് പ്രശ്നമെങ്കിൽ ഈ തൻവിയുടെ അമ്മയുണ്ടല്ലോ ഇപ്പോൾ റീസെൻ്റ്ലി ബാംഗ്ലൂർ കല്യാണം കഴിച്ച് നിൽക്കുന്നത്, അവർക്കാണെങ്കിൽ അവർക്കും വന്ന് നോക്കാം. അതിനിപ്പോൾ വലിയ തെറ്റൊന്നുമില്ല. കാരണം സാഹചര്യം ഇതാണല്ലോ, സിറ്റുവേഷൻ ആണല്ലോ. അവരുമായിട്ട് അമ്മയ്ക്ക് എന്തായാലും ഒരു പ്രശ്നമില്ലല്ലോ. പ്രശ്നമുള്ള അഹാനയും അഹാനേൻ്റെ ഫാമിലി ആയിട്ടാണല്ലോ. അതിൽ മെയിനായിട്ട് പറയുന്നത് അഹാനയായിട്ടാണല്ലോ. ബാക്കിയുള്ളവർക്കും വന്ന് ടേക്ക് കെയർ ചെയ്യാം. ആൻഡ് ഇറ്റ്സ് അപ് ടു ദം. ഞാൻ ഈ ഒരു സാധനം അവരന്ന് വ്ളോഗിൽ പറഞ്ഞ ഒരു സാധനം പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇപ്പോഴത്തെ ഒരു ഇമോഷണൽ വൾണറബിലിറ്റി മാറുന്നവരെ ആരെങ്കിലും ഒരാൾ ഇവരെ ഹെൽപ്പ് ചെയ്താൽ ദറ്റ് വിൽ ബി ഗുഡ്. താഴെയാണെങ്കിൽ ഈ പ്രശ്നമില്ല, മേലിൽ വരുമ്പോഴാണ് ഇവിടെ ഇവർക്ക് എന്തൊക്കെ പറ്റുന്നത്. അപ്പം ഞാൻ കുറേ ഡിഫറെൻറ്റ് വേസ് ട്രൈ ചെയ്തു. പിന്നെ മോക്കിത് വേഴ്സ് ആവുന്നതേ ഉള്ളൂ, കുറയുന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ നോക്കുക, ഇനി മാറിയില്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കുമ്പോൾ ഇത് മാറുകയാണെങ്കിൽ ഈ വീട്ടിൻ്റെ എന്തോ പ്രശ്നമാണ്. അപ്പോൾ ഇതെന്താ ഫിഗർ ഔട്ട് ചെയ്യുന്നത് എന്ന് വരെ ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം മോക്ക് ഇങ്ങനെ പോയാൽ ഡോക്ടർ പറഞ്ഞാൽ ചിലപ്പോൾ ഇനി ഡെങ്കുവല്ലോ വരും, അങ്ങനെ ഈ വീട്ടിൽ എന്താണ് പ്രശ്നം എന്ന് അറിഞ്ഞുകൂടാതെ പോയാൽ, കാരണം നമുക്ക് ചെസ്റ്റും ബാക്കും എല്ലായിടവും പ്രശ്നമാണ്. ഈ കുടിക്കൊഞ്ഞിങ്ങനെ കിടന്ന് കരയുന്ന കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഈ 2-3-4 തവണ ഡോക്ടറെ കാണിച്ചിട്ടും മാറ്റം കാണാണ്ട് വരുമ്പോൾ ഡോക്ടർ ചിലപ്പോൾ പറയും ആ റൂമിൻ്റെ പ്രശ്നമായിരിക്കും, ആ റൂം മാറ്, പൊടി തട്ടി നോക്ക്, ബെഡ്ഷീറ്റ് മാറ്റി നോക്ക്, തലാണ മാറ്റി നോക്ക്, ചിലപ്പോൾ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും. കാരണം ഡോക്ടറുടെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയും. ഈ പറഞ്ഞ സാധനങ്ങളെയൊക്കെ അരച്ച് കലക്കി കുടിച്ച് വെച്ച് ബെഡ് മാറ്റി, റൂം മാറ്റി, അത് മാറ്റി, ഇത് മാറ്റിയിട്ടൊന്നും മാറ്റം വരാണ്ട് കണ്ട സമയത്ത് ചിലപ്പോൾ ആ ഒരു സമയത്ത് തോന്നിയതായിരിക്കും ഇതാണ് വീടാണ് എൻ്റെ പ്രശ്നം എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഒരു ജെനുവിൻ റീസൺ പറഞ്ഞുകൊണ്ട് ആളിങ്ങനെ ചിലപ്പോൾ ഇതിന് വീഡിയോൻ്റെ താഴെ ചിലപ്പം അല്ലെങ്കിൽ പല ആൾക്കാരും കമൻറ്റ് ചെയ്യാൻ പോകുന്ന കാര്യമായിരിക്കും കാനഡ. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, കാനഡയിൽ നിന്ന് കിട്ടിയ PR എല്ലാം ഒഴിവാക്കി മക്കളെയും ഹസ്ബൻഡിനെയും കൂട്ടി ഇവിടെ വന്ന് ഇവിടെ സെറ്റിൽ ആയിക്കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി.
ആ വ്യക്തിക്ക് ഇവിടെ വന്ന് അമ്മമ്മനെ ടേക്ക് കെയർ ചെയ്യാന്ന് കരുതി വന്ന് നിൽക്കുന്ന ആ വ്യക്തി ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു കാരണം പറഞ്ഞിട്ട് വീട് ഷിഫ്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് പേഴ്സണലി തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. അതിലും അങ്ങനെയാണെങ്കിൽ കാനഡയിൽ തന്നെ നിന്നാൽ പോരായിരുന്നോ? അല്ല, ഇതൊരു ജെനുവിൻ കേസായിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. നല്ല വിഷമമാണ്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നോക്കുന്നുണ്ട്, ഇപ്പോൾ പതൊക്കെ നോക്കുന്നുണ്ട്, വേറെ എങ്ങോട്ടെങ്കിലും കുറച്ച് നാളെ മാറി നിൽക്കാൻ പറ്റുമോ എന്നോ, അല്ലെങ്കിൽ ഒരു 3-4 ദിവസം വല്ല ഏതെങ്കിലും നല്ല സ്ഥലത്ത് വല്ല റെൻറ്റും കാര്യങ്ങളും നോക്കണം. നോക്കിയിട്ട് ഇവർക്ക് എങ്ങനെ ഉണ്ടോയെന്ന് നോക്കണം. ഇവിടെ ഓക്കെ ആയെങ്കിൽ ഒരു ഡീപ്പ് ക്ലീനിങ് ഏജൻസിയെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിപ്പോൾ വേറെ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഫുൾ ടൈം നിൽക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മൂമ്മ എന്തായാലും വാടക വീട്ടിലൊന്നും വരത്തില്ല. ഞാൻ ചോദിച്ചു നോക്കിയ കാര്യമാണ്, അമ്മൂമ്മ വരത്തില്ല. ഈ വീട് വിട്ട് അമ്മൂമ്മ എവിടെയും പോകത്തില്ല. ഞാനും എൻ്റെ അപ്പൂപ്പനിൽ നിന്ന വീടാണ് ഇവിടെ, ഞാൻ ഇവിടെ വിട്ട് എവിടെയും പോകത്തില്ല എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. ഞാൻ മനുഷ്യരി ഓക്കെ, പക്ഷേ അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ അവർക്ക് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ അടുത്ത് വല്ലതും ഇനി നോക്കണം, എവിടെയെങ്കിലും വാടകയ്ക്ക് നിൽക്കാൻ പറ്റുമോ, പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് പോയി വരാനും. അതുമാത്രമല്ല, ഇപ്പോൾ ഗ്രോസറീസും കാര്യങ്ങളും, ഇപ്പോൾ ജോലിക്ക് നമ്മളിപ്പോൾ ഒരാൾ നിർത്തിയിട്ടുണ്ട്, പുതിയൊരാൾ വീട്ടോടെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അവരെ കൊണ്ട് അവർക്ക് ഇപ്പോൾ ഇനി ഗ്രോസറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ മാത്രം വന്ന് മേടിക്കണം, കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവരുന്നില്ല. കാരണം ഇതിപ്പോൾ പോട്ടെ ഇതിപ്പോൾ എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് മോളിങ്ങനെ കാണുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആളെന്തായാലും മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അമ്മൂമ്മേനെ ടേക്ക് കെയർ ചെയ്യാൻ ഒരാളെ വെക്കുമെന്നും അമ്മൂമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കി കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും യൂട്യൂബാണ്, സോഷ്യൽ മീഡിയ ആണ്. എന്ത് ചേഞ്ചസ് വന്നാലും എന്ത് മാറ്റങ്ങൾ വന്നാലും ഇന്നല്ലേ നാളെ ഇത് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഒരു ഡിസ്കഷനാവും. അപ്പോൾ ഇത് ജെനുവിൻ കേസാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തൻവി ഓഫ് കോഴ്സ് മാറി താമസിക്കുകയാണ്. ഇനി അമ്മൂമ്മയ്ക്ക് എന്തായാലും ഒരു മെയ്ഡ് വരും. ആ മെയ്ഡ് എത്ര കാലം നിൽക്കും, മെയ്ഡ് വേഗം ചാടി പോവോ എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ചിലപ്പോൾ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഇത് കണ്ടുകൊണ്ട് ചിരിക്കുന്ന ചില വ്യക്തികളെ ഓപ്പോസിറ്റ് ഉണ്ടാവാം. ആയിക്കോട്ടെ, ആ വ്യക്തികളോട് എന്നുള്ള രീതിയിലല്ല എനിക്ക് പറയാൻ. എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, കുഞ്ഞു ബേബിയാണ്, ആളുടെ ഹെൽത്ത് കണ്ടീഷനാണ് വീക്കായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനാണ് ഹെൽപ്പ് ചെയ്യാം. എത്രയാണെങ്കിലും ഫാമിലി ഈസ് ഓൾവേസ് ഫാമിലി. അവിടെ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഫാമിലി ഓൾവേസ് സ്റ്റേ ടുഗെദർ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഒരു വാശി, ഈഗോ, റിവെഞ്ച് കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കാണ്ട് പുറമെ വന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നല്ല രീതിയിൽ നിങ്ങൾ നിന്ന് പോകാൻ ശ്രമിക്കുക. അത് നിങ്ങൾ ഭയങ്കര പോസിറ്റീവായിട്ട് നിൽക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തൻവിയുടെ അമ്മയ്ക്ക് പറ്റുമെങ്കിൽ വന്ന് നിന്ന് നോക്കാൻ നോക്ക്. കാരണം മോളാണ് ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നത്. ഈ കൈൻഡ് ഓഫ് ഇമോഷൻ ഉണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ കമൻറ്റ് 1. എന്നാലും തൻവിയുടെ അമ്മയെ സമ്മതിക്കണം. മോൾ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെട്ടിട്ടും ഒന്ന് വരാനോ സഹായിക്കാനോ ഒന്നും തോന്നിയില്ല. ഭയങ്കര മനസ്സാണ്. പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തത് ഇതൊരു തക്കാളിപ്പണിയാണ്, പേടിക്കേണ്ട ആവശ്യമില്ല, 2 ആഴ്ച നിൽക്കും, തക്കാളിപ്പണിയാണ് കുട്ടി. തൻവി ഇത് കണ്ടിട്ട് ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് പോലെയുണ്ട്. മലയാളത്തിൽ തക്കാളിപ്പനി എന്ന് പറയും. കുട്ടികളിലാണ് കണ്ടുവരുന്നത്. തക്കാളിപ്പനിയാണ്, പേടിക്കേണ്ട. അങ്ങനെയുള്ള കുറേ കുട്ടികളിൽ സാധാരണ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞ കുറേ കമൻസ് ഉണ്ട്. എന്തായാലും സിന്ധുകൃഷ്ണ എന്ന് പറഞ്ഞ കാര്യത്തിൽ തിങ്ക് പോസിറ്റീവ് ഉണ്ടെങ്കിൽ അമ്മേൻ്റെ കൂടെ നിൽക്കുക. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമിയ അൺഫിൽറ്റർഡ്. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.